വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മെഞ്ഞാന്ന് ആയിരുന്നു നടന്നിരുന്നത്. എക്സാം കാരണം വീഡിയോസ് ഒന്നും ഇടാനാകുന്നില്ല. അതാണ് വീഡിയോസ് ലേറ്റ് ആകുന്നത്. വളരെയധികം ക്ഷമ ചോദിക്കുന്നു. അതിന് തന്നെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 1.5 ദിവസത്തിൻ്റെ അടുത്തായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കഴിഞ്ഞിട്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഹാട്രിക് തോൽവിയൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാരുടെ മനസ്സിൽ വളരെയധികം നിരാശകൾ വാങ്ങിക്കൊണ്ട് ഉണ്ടായിരുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സ് 3 മത്സരം അടുപ്പിച്ച് തോറ്റു. ഇനി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ 18,000 ആളുകൾ മാത്രമായിരുന്നു FC ഗോവ ബ്ലാസ്റ്റേഴ്സ് മത്സരം കാണാൻ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നിരാശയായിരുന്നു. എന്നാൽ കൂടി ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം കാണാൻ 18,000 ആളുകൾ വന്നു. അവർക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വന്നില്ല. ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ വഴങ്ങിയെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വന്നു. ഗംഭീര തിരിച്ചു വരവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചു വരവ്, 2 ഗോൾ വഴങ്ങിയതിന് ശേഷം പിന്നീട് ഒരു തിരിച്ചു വരവ് നടന്നത്. എന്തായാലും അസാധ്യ തിരിച്ചു വരവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ 2 ഗോളുകൾ വഴങ്ങി ബ്ലാസ്റ്റേഴ്സ്. ഒന്ന് 7-ാം മിനിറ്റിലേറ്റ ഒരു ഗോൾ വഴങ്ങി, പിന്നീട് 17-ാം മിനിറ്റിലേറ്റ ഒരു ഗോളും വഴങ്ങുകയും ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു 2-0. സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. 50-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്. ദിമിത്രിയോസ് വാങ്ങിയെടുക്കുന്ന ഫ്രീ കിക്ക് എടുക്കുന്നത് നമ്മുടെ സ്വന്തം ജാപ്പനീസ് താരം സക്കായി ആയിരുന്നു. സക്കായി അത് നല്ല രീതിയിൽ അത് പോസ്റ്റിനുള്ളിലേക്ക് എത്തിക്കുന്നു. ക്രോസ്ബാറിനുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയായിരുന്നു. ആദ്യ ഗോൾ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുക്കുന്നു. പിന്നീട് ഫെഡോർ ചെർണിച്ചിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഒരു പെനാൽറ്റി വാങ്ങിയെടുക്കുന്നു. അത് ദിമിത്രിയോസ് എടുക്കുന്നു. ഗോളാവുന്നു 2-2. പിന്നീടും ദിമിത്രിയോസിൻ്റെ വക ഗോവയുടെ ഡിഫൻസിൻ്റെയും ഗോളിയുടെ മിസ്റ്റേക്ക് വഴി ദിമിത്രിയോസിന് ഒരു അവസരം ലഭിക്കുന്നു. അത് കൃത്യമായി അദ്ദേഹം പോസ്റ്റിലേക്ക് അടിക്കുന്നു. അത് ഒന്ന് ചിപ്പ് ചെറുങ്ങനെ തൊട്ടുവിടേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഗോളാവുകയും ചെയ്യുന്നു. അദ്ദേഹം ജേഴ്സിക്ക് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നു. 3-2 എന്ന സ്കോറിൽ സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ അവസാന നിമിഷം ദിമിത്രിയോസ് 4 യെല്ലോ കാർഡായെന്ന് തോന്നുന്നു. ജേഴ്സി കീറിയതോട് കൂടി തന്നെ 4 യെല്ലോ കാർഡായെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത മത്സരം നഷ്ടപ്പെടുന്നതായിരിക്കും. അടുത്തതായി ഫെഡോർ ചെർണിച്ചിൻ്റെ അവസാന ഗോൾ കൂടി അടിച്ചുകൊണ്ട് അവസാന ആണി അടിച്ചുകൊണ്ട് ഗോവയെ പൂട്ടുകയാണ്. മത്സരം വിജയിക്കുകയാണ്. ഏതായാലും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ടാണ് 2 ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന ഒരു മത്സരം വിജയിക്കുന്ന ആദ്യമായിട്ടാണ്. അതും FC ഗോവ പോലുള്ള ഒരു ടീമിനോട് പറയുക തന്നെ വേണ്ട. ബ്ലാസ്റ്റേഴ്സ് വൻ തിരിച്ചുവരവ് ഞാൻ നടത്തി. 50-ാം മിനിറ്റിലെ സക്കായിയുടെ ഫ്രീ കിക്ക് ഗോളിന് ശേഷം ബാക്കിയുള്ള ബ്ലാസ്റ്റേഴ്സിന് 3 ഗോളുകളും വന്നത് 80-90 മിനിറ്റുകളുടെ ഇടയിൽ, 10 മിനിറ്റിനിടയിലായിരുന്നു എന്നത് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. ബ്ലാസ്റ്റേഴ്സ് ഗോവയെ മറികടന്ന് 5-ാം സ്ഥാനത്ത് നിന്ന് 4-ാം സ്ഥാനത്തേക്ക് എത്തുകയാണ്. അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരു FC ആയിട്ട് ശ്രീകണ്ഠീരവ ബംഗളൂരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. മാർച്ച് 2-ന് ഈ വരുന്ന ശനിയാഴ്ചയാണ് മത്സരം നടക്കാൻ പോകുന്നത്.